ഹലോ ഗൈസ്, അപ്പം നമ്മളിന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് വരാം കേട്ടോ ഗൈസ്. നമുക്കൊന്ന് ഫയറാൻ വേണ്ടിയിട്ട് ഗൈസ്, നമുക്ക് കാറൊന്നുമില്ലാണ്ട് വിഷമമാണ്. നമ്മളാ ചാകെ സേഡായിക്കണം, തൊപ്പിയൊക്കെ ഇട്ടിട്ട് നമ്മളിൽ നമുക്ക് ഒന്ന് അവിടെ വർഷാപ്പൊക്കെ ഉണ്ട്. നമുക്ക് അതിൽ ആ കാട്ടി കൂടിയാണ് നമ്മൾ പോകാൻ. ഇന്നാണ് അമ്മ ആദ്യമായിട്ട് ആ കാട്ടിക്കൂടെ പോണത് ഗൈസ്. സാധാരണ ബസ്സിനോട് വന്ന് നമ്മളിന്ന് നേരം വൈകി, അതുകൊണ്ട് ബസ് മുടക്കമാണ്. നമുക്കറിയില്ല ഗൈസ്, നമ്മൾ ഈ ഇടവഴിക്കൂടെ പറഞ്ഞേ ഗൈസ്. ഇവിടെ എന്തൊക്കെ എടുക്കണ പോലെ തോന്നിയല്ലോ. എന്താ കാർ ഗൈസ്, നമുക്ക് ഇതുവരെ കിട്ടാത്തൊരു പേരൊക്കെ എഴുതിണ്ട് ഗൈസ്. ബൂമർന്നു വണ്ടി എടുക്കാൻ പറ്റും ഗൈസ്. വണ്ടി ഓടായി ഗൈസ്. അപ്പൊ നമുക്ക് വണ്ടി എടുത്തൊക്കെ വണ്ടി സ്പീഡില് ആരൊക്കെ വെള്ളം ഇത്ര വെള്ളം ഏതൊരു പൊട്ടൻ വണ്ടി കൊണ്ട് ചാന്താണ്. ടാങ്ക് ഈസ് ഫുള്ള്. അതായത് നമ്മളെ പെട്രോളൊക്കെ അടിച്ചിട്ട് കൊണ്ടുവച്ച് വണ്ടി ഇടിച്ച് ഇറങ്ങിയിട്ട് കാണിച്ചറാം. നമുക്ക് ബോണറ്റൊന്നും തുറക്കാൻ പറ്റില്ല. ഇല്ല ഗൈസ്, നമുക്ക് എന്തിൻ്റെ പണിന്ന് വെറുതെ ലോക്കൊക്കെ ഓണാക്കിയിട്ടുണ്ട്. എക്സോസിൻ്റെ ശബ്ദം എനിക്ക് കേൾപ്പിച്ചറിൻ്റെ ഇപ്പോൾ കേൾപ്പിച്ചരാം. ഇവിടെ പെട്ട ശബ്ദമാണ് ഗൈസ്. നിങ്ങൾക്ക് നേരെ നമ്മൾ വീട്ടിൽ പോകുന്നത് പിന്നെ അപ്പുറത്തെ റൂട്ടിൽ കൂടിയാണ് നമുക്ക് എന്താണ് വളർച്ച പോവാം. നേരെ നമുക്ക് 2 ഷോപ്പുണ്ട്. ഒന്നാമത്തെ ഷോപ്പ് ഇത് ആ ടയർ കട. നമുക്ക് രണ്ടാമത്തെ ഷോപ്പ് കാണിച്ചു തരാം. അപ്പുറത്ത് കിടക്കണം, നിങ്ങൾക്ക് അപ്പുറത്ത് കിടക്കണം. അപ്പുറത്ത് കിടക്കാൻ പറ്റില്ലേ? നമ്മളെ അപ്പുറത്തല്ല വീട്. നമ്മളവിടുന്ന് വാടക വീട് മാറി ഞങ്ങളൊരു പുതിയ വീട് അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് വീട് നോക്കിട്ട് വരാം. നാളെ രാവിലെ നമ്മൾ പോവുക. ഇന്നെന്തായാലും നോക്കിയിട്ടൊക്കെ വരാം. ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. വണ്ടിയിൽ മാപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ പോകണ നമ്മൾ കുറേ വണ്ടിയെല്ലാം വെട്ടിച്ചു. ഒരു സൂപ്പറാന്ന് തോന്നുന്നു സൂപ്പറല്ല BM ഫ്രണ്ടിൽ വണ്ടി തുടങ്ങി. നമ്മളെ വീടിൻ്റെ നമ്മളെ കടയ്ക്ക് ഫസ്റ്റ് കാണിച്ചാൽ നമുക്ക് നമ്മളെ പുതിയ വീട്ടിലേക്ക് അതൊക്കെ പോകണമെന്നല്ലേ ചിലപ്പോൾ സൗണ്ടിലുണ്ട് നമുക്കിടുന്നു. ഇവിടെ ഇലക്ട്രിക് ആവാം. നമുക്ക് ഞാൻ സാറൊന്ന് നമ്മളെ കയറ്റി പോലീസ് സ്റ്റേഷനിൽ കയറ്റും. സിദ്ധാർത്ഥ നമുക്ക് നമ്മൾ ആദ്യമായിട്ട് ഓടിക്കുന്നുണ്ട് പല മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും. ഇതാണ് നമ്മളെ കട. നമുക്കൊന്ന് വാഷിങ് ചെയ്ത് നമ്മളെ കട തുറന്നു. ഓണറെത്തിയത് മനസ്സിലായില്ല അവർക്ക്. അപ്പം വണ്ടി കഴുകാനായിട്ട് തന്നെ ഞാൻ 2000 കൊടുത്തിട്ടുണ്ട്. നമ്മളെ കട കൊണ്ട് നമുക്ക് അത് തിരിച്ചു തരുന്നില്ല. നമ്മളെന്തായാലും നമ്മളെ കട തുറന്നതല്ലേ, നമുക്കൊരിതില്ല. നമ്മൾ തന്നെ എടുക്കണം, നമ്മൾ തന്നെ എടുക്കും. അപ്പം നമുക്ക് വീട് കാണിച്ചു തരാം. ഇവിടെ എന്തൊക്കെ സൗണ്ട് ഉണ്ട്. അടി അറിയണ്ടെന്ന് തോന്നണ ഗൈസ്. അറിയാണ്ട് സ്ഥലം കൂടി നിങ്ങളിത് നോക്കിയ ഒരു BMW, ഒരു സുപ്ര. റേസ് തുടങ്ങുകയാണ് ഗൈസ് അവർ. നമുക്ക് ഈ വഴിയാണ് വേണ്ടത്. ഇതൊരു സൂപ്പറും ഒരു
ഒരു ബെൻസ് ഇരിക്കുന്നുണ്ട്. സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. കണ്ടില്ല. നമുക്ക് നമ്മുടെ വീടിൻ്റെ വഴി ഇതാണ്. അതിൽ കൂടെ നമുക്ക് വെറുതെ പോയി നോക്കിയാൽ ഓഫ് റോഡായി നോക്കാം. ഇത് ഈ വഴിയാണ് നമ്മുടെ വീടിൻ്റെ വഴി. അന്ന് വണ്ടി ഷോർട്ട് കട്ടാണ്. അപ്പോൾ ഗൈസ് നിങ്ങൾ അറിയാതെ നിന്നെ വണ്ടി നശിപ്പിക്കുന്നു. നമ്മളെ വണ്ടി നശിപ്പിക്കുന്ന പെട്രോൾ ആവശ്യമുണ്ട്. പൈസ നല്ലതായിട്ട് വരെയുണ്ട്. അയ്യോ അത് നോക്കി ഓടിക്കടാ. സോറി, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതല്ലേ, അതൊന്നും നമ്മളെ നോക്കിയിട്ടൊക്കെ ഓടിക്കണം. പക്ഷേ നിങ്ങൾക്ക് ഇതേപോലത്തെ വണ്ടിയൊക്കെ ഞങ്ങൾ റിപ്പയർ ഒക്കെ ചെയ്തതിന് അമ്മ കടയിൽ ഡയറക്റ്റ് വന്നാൽ മതി. ബ്ലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് പോവാം. നമുക്കൊരു ബുദ്ധിയുണ്ട്. നമ്മളെ കൂട്ടൻ്റെ കട ഇവിടെയാണ്. നമുക്ക് വണ്ടി ടോച്ച് ചെയ്ത് കൊണ്ടുപോകാം. ടോച്ച് ചെയ്ത് എത്തിയിട്ടുണ്ട്. മഞ്ഞിനോട് നീ എന്താ വീട് പുതിയത് മേടിച്ചത് മറന്നു? ഇവിടെ അല്ലടാ വീട്, കുറച്ച് അങ്ങോട്ട് പോകണോ. നമ്മൾക്ക് നമ്മളെ മൂന്നാമത്തെ കട കാണിച്ചു കൊടുക്കണ്ടവർക്ക്. മൂന്നാമത്തെ കട അതേ കാണുന്നു ഗൈസ്. കുറച്ച് അത് ലക്ഷറി കടയാണ്. ഇത് ഗൈസ് നിങ്ങൾക്ക് വിചാരിക്കും ഈ 3 കടയൊക്കെ ഉണ്ടായിട്ട് നമുക്കെന്താ വണ്ടി ഇല്ലാത്തത്. പക്ഷെ നമ്മൾ ഈ കടക്ക് വാടകയ്ക്കട്ടെ 3 കട. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ അത്രയും ഇല്ലാണ്ടിരിക്കുന്നത്. നമ്മൾ വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് കണ്ടിട്ട് മോഹം തരുന്നില്ല ഗൈസ്. പക്ഷെ അപ്പം നമുക്ക് അടി പോവാം. അവിടെ ഒരു വഴിയുണ്ട്, ആ റൂട്ടിൽ കൂടെ നമ്മളെ വീട് അടിച്ചാൽ മറന്നു. വീട് എവിടെയാണ് ഒന്നും മറക്കുക. വീടിൻ്റെ അടുത്ത് പോവാം. വീടിൻ്റെ അടുത്ത് വീടാണ്, കുറച്ച് ദൂരം ഉണ്ട് ഇവിടുന്ന് വീട്ടിലേക്ക്. നമുക്ക് എന്തായാലും സ്ഥലത്തേക്കല്ലേ ഇവിടെ സ്റ്റേ ചെയ്യാം. ഇന്ന് രാത്രി നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യാൻ ഗൈസ്. ഗൈസ് അപ്പം നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു പോലീസുകാർ. ഫുള്ള് റൂമൊക്കെ ഫുള്ളാന്ന് പറഞ്ഞു. കഴിഞ്ഞാലല്ലേ ടൂറിസ്റ്റുകൾ ഒന്ന് പോയി നമുക്ക് എവിടെയും അതുകൊണ്ട് പേടിക്കണം. നമുക്ക് വേറൊരു വീടുണ്ടല്ലോ, നമ്മുടെ സ്വന്തം വീട്ടിൽ. നമുക്ക് പോലീസ് സ്റ്റാറിൻ്റെ അടുത്ത് ചെയ്യാം. പോലീസ് സ്റ്റേഷനിൽ താമസിക്കാനും പറ്റില്ല. അവിടെ കുറച്ച് കുട്ടികൾ ചോദിച്ചൊക്കെ എന്തായാലും സാറിൻ്റെ അടുത്ത്. അവരും ഇറങ്ങിക്കോട്ടെ. നമുക്ക് വഴി നമുക്ക് നേരെ കത്തിച്ചവിടാം. നമുക്ക് നമ്മളെ വീടാണ്. നിങ്ങൾ വിചാരിക്കും ഇതൊരു കടയല്ല. എന്താ ഇത് കടയല്ല, നമ്മള് കടയും വീടും ഒരേയാണ്. ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്ക് അവര് മനസ്സിലായില്ല. നമുക്ക് ഇവിടെ ഒതുക്കില്ല. ഹോട്ടലും റൂം വരും നമ്മളെ സ്ഥലം. നമുക്കപ്പോൾ സ്റ്റേ ചെയ്യല്ലേ, വിഷം എടുക്കത്തേക്കണം. നമുക്ക് ഉറങ്ങി എണീച്ചിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ രാവിലെ എണീച്ചു. നമ്മൾ 5 വണ്ടി എടുത്ത് വേണം. എന്നിട്ട് നമുക്ക് നമ്മുടെ പുതിയ വീട് നമ്മൾ നോക്കി വെച്ചെന്ന് പറഞ്ഞില്ലേ ഗൈസ്. അവിടെ വീട്ടിൽ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കൊണ്ടുവന്ന് ഇറങ്ങുകയാണ്. ഗൈസ് നമ്മളെ വീട് കുറച്ച് ദൂരമുണ്ട്. ഇതുപോലത്തെ മഞ്ഞ സ്ഥലത്താണ് നമ്മളെ വീട്. നല്ല ഭംഗിയും കാണാം. നമുക്ക് നേരെ അവിടുന്ന് ഇങ്ങനെ നേരെയാണ് പോകേണ്ടത്. നേരെ പോട്ടെ. എന്നാലും നമുക്ക് വണ്ടി വാഷിങ് കയറ്റിട്ട് തരാട്ടോ. നമ്മളെ നേരെ പോണ കടയില്ലടാ. അവിടെ നമ്മളെ കടയിൽ വാഷിങ് ഇല്ലടോ. ഇവിടെ നമുക്ക് എന്തായാലും വാഷിങ് ചെയ്തിട്ട് പോകാം. നിങ്ങൾ വിചാരിക്കും എന്തിനാ എപ്പോഴും വാഷിങ് ചെയ്യണമെന്ന്. നമുക്ക് ആദ്യമായിട്ട് കിട്ടണോണ്ട് അറിയാത്തോണ്ടല്ലേ. നല്ല സ്പീഡുണ്ട്. വണ്ടിയുടെ കയറ്റണം. പുതുക്കി പണിയുണ്ട്. നമുക്ക് വീടിൻ്റെ അവിടെ എത്തിയിട്ട് നിങ്ങളെ കാണിച്ചു തരാട്ടോ നമ്മളെ വീട്.
ഇനി ഞങ്ങൾ ഇവിടുന്ന് നല്ല കുറേ ദൂരമുണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഗ്യാസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരില്ല. അപ്പോൾ ഗ്യാസ് നമ്മൾ വീടിൻ്റെ അവിടേക്ക് എത്തിയപ്പോൾ രാത്രി നമ്മൾ വേഗം ഇട്ട് രാവിലെ എണീച്ചതും വേഗം യാത്ര ചെയ്തിട്ട് രാത്രി ഈ വീടിൻ്റെ അവിടേക്ക് എത്താറായിട്ട് നേരെയാണ് പോകാൻ പറയണത്. എനിക്ക് പോകണം, ഇവിടുത്തെ ആൾക്കാർക്ക് ഇടയ്ക്കിടെ കുറച്ച് ചെറിയൊരു മിനിറ്റുണ്ട്. ഇതാണ് പ്രശ്നം. നമുക്ക് ഓവർടേക്ക് ചെയ്ത് പോകണം. ഓവർടേക്ക് ചെയ്യാം, അവരെന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ, എന്തായാലും പഠിക്കാം. അവർ മതിക്ക് കണ്ടു അതാണ് നമ്മളെ വീട് കാണുന്നത്. അവിടെ ഒരു വെള്ള കാപ്പൂച്ചിട്ട് ഇട്ടാണ്ടോ വളച്ചിട്ട് റിവേഴ്സ് അടിച്ചിട്ട് നമ്മൾ രാവിലെ നമ്മൾ വീടിനുള്ള ചുറ്റും നമ്മൾ കാണിച്ചു തരുന്നതാണ്. നമ്മളിപ്പോൾ ഇപ്പം നമ്മൾ നേരെ ഡയറക്റ്റ് റൂമിൽ കിടക്കണം. ഇത് ആളോട് പറഞ്ഞിട്ടാണ് ചീത്ത നമുക്ക് കൊണ്ടിൻ്റെ ഉള്ളിൽ കയറ്റിടാം. നമുക്ക് കറുപ്പിച്ചിടുന്നുണ്ട്. അത് നിങ്ങൾ വിചാരിക്കും വർച്ചാപ്പിൻ്റെ എന്നിട്ട് സാധനം, അത് നമ്മളെ നമുക്കത് എന്നിട്ട് റൂമിൽ കയറിയിട്ട് അവിടുന്ന് തൊട്ടപ്പോൾ തന്നെ നമുക്ക് ഗ്യാരേജ് അപ്പം ഒന്ന് ഉറങ്ങിയിട്ട് നമ്മൾ ഉറക്കം എണീറ്റിട്ട് വന്നിട്ട് കടി കൊണ്ട് നമ്മൾ പറഞ്ഞിട്ടായിരുന്നു എണീക്കുമ്പോൾ നമ്മൾ ഇത് അടയ്ക്കൂലല്ലേ. നമുക്ക് അന്നേരം അടച്ചു വയ്ക്കാം. എപ്പോഴൊന്നും എടുത്തിട്ടുണ്ട് എന്തൊക്കെ പ്രശ്നമുണ്ട് നമുക്ക് വീണ്ടും ഉള്ളത് കാണിച്ചു തരാം. പറഞ്ഞു ഇതെന്തിട്ടല്ലേ ക്യാമറ, ഇതാണ് നമ്മുടെ ഹാള്, ടി വി. പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളെ കിച്ചൺ വരും. പിന്നെ ഇവിടെ ഒരു ബെഡൊക്കെ ഇതൊക്കെ ഇട്ടിട്ട് ഇവിടെ തീ കത്തിച്ച് പോയി അതിൻ്റെ സൈഡിലാണ് നമ്മളെ വണ്ടി എടുക്കണത്. നമ്മൾ അതിൻ്റെ നേരെ പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ബാത്റൂമാണ്. പിൻഭാഗം കാണിച്ചു കൊടുത്തിട്ട് നമുക്ക് പിൻഭാഗം പട്ടിയുടെ ഉള്ളത്, പട്ടിൻ്റെ അവിടെ ഇതിൻ്റെ ഉള്ളിലൊക്കെ എല്ലന്മാരിയാണ്. നമുക്ക് മേളിൽ കാണിച്ചു തരാം കേട്ടോ. പട്ടീനൊക്കെ ലാസ്റ്റ് ഉറക്കത്തിന് തന്നെ എന്താ കുറച്ച് കുടുങ്ങിയെടുക്കണതൊക്കെ നമുക്ക് നേരെ ഉണ്ടെന്ന്. പിന്നെ ഒരു ബാത്റൂം ഉണ്ട്. നമ്മള് റിച്ച് അല്ലേ. പിന്നെ നമ്മളെ ഷൂ, നമ്മളെ ഡ്രസ്സും ഷൂവൊക്കെ മേടിച്ചത് ഇവിടെ വയ്ക്കാൻ. നമ്മളെ റൂമിൽ 2 TV ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് പറഞ്ഞിട്ട് ഒരു ഉണ്ണിക്ക് പറ്റിയത്. ഞാൻ എൻ്റെ മോനുണ്ട്. ഇപ്പം ഞാൻ കല്യാണം കഴിച്ചു. നിങ്ങളെ വിചാരം കല്യാണമൊക്കെ നമ്മളെ കഴിഞ്ഞു. ഇവിടെയും ബാത്റൂം ഇവിടെ എന്നിട്ട് നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ ബാത്ത് ടബ്. ഇവിടെ എൻ്റെ ഭാര്യ എടുക്കണത്. പിന്നെ ഇവിടെ എൻ്റെ കുട്ടീൻ്റെ PC സ്ഥലമാണിത്. എൻ്റെ കുട്ടിയും എൻ്റെ ഭർത്താവും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് അടിയിൽ പോകണം. അടിയിൽ പോട്ടെ ഗൈസ്. എന്താ അല്ലേ, നമുക്കിപ്പോൾ ബാഗ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഗൈസ് നമ്മളെ ബാഗ് ഇങ്ങനെയാണ്. പട്ടീനെ നമ്മൾ വിളിക്കുക ജോബൂനെ കാണാനില്ല ഗൈസ്. നാട് കടന്നുണ്ടാവും. നമ്മൾ ഇത്ര ദിവസം വരാണ്ടിരുന്നല്ലേ. ഇത് നമ്മൾ ഗ്യാരേജിൽ കണ്ടാവും സ്വിച്ച് ബട്ടൺ. നമുക്ക് ഇവിടെ വണ്ടി റെഡിയാക്കി ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. നമുക്ക് വേറെ അടുത്തൊരു വീട്ടിൽ പോവാം. അടുത്ത വീട്ടിൽ പോവാൻ വണ്ടി നേരത്ത് എടുക്കട്ടെ. ഇത് നമ്മളെ വീടൊക്കെ അത്യാവശ്യം ദൂരത്തേക്കാണ് നമുക്ക് കുറച്ച് ദൂരെ പോകണം. അവിടെ എത്തുമ്പോഴെന്തല്ലോ രാത്രി രാത്രി എത്തുമ്പോൾ കാണിച്ചു തരാം. നമുക്ക് കുറച്ചും ദൂരെ കൂടി പോയിട്ട്
അപ്പോൾ ഗൈസ് നമ്മൾ അവിടുന്ന് നേരത്തെ ഇറങ്ങിയോണ്ട് നേരത്തെ എത്താൻ പറ്റി. Guys, നമുക്ക് നല്ല സ്പീഡിൽ പോകാം. ഈ അടുത്ത് തന്നെ ഞങ്ങൾ നമുക്ക് ഇപ്പോഴേ മനസ്സിലായി ഗൈസ് നമ്മുടെ മുമ്പത്തെ കടകളൊക്കെ ഉള്ള സ്ഥലത്തിരുത് കണ്ട നമ്മളെ കട വീട് കാണുന്നു ഗൈസ്. ഇതാണ് ഇപ്പൊ കാണിച്ചുള്ളൂ ഗൈസ്. 2 വീടും നമുക്കിപ്പോൾ ഒരു വീടും കൂടി ഉണ്ട്. അത് നമുക്ക് കാണിച്ചു തരാം. നമുക്കൊന്ന് വണ്ടി വിളിക്കൊണ്ട് ഒതുക്കി വെക്കാം. നിങ്ങൾക്ക് കാണിച്ചു തരണമൊക്കെ ഉള്ളൊക്കെ കാണിച്ചു തരാം. വണ്ടി ഇപ്പം നമുക്ക് ഇവിടെ ഇടേണ്ടാണ്. ഇതിൻ്റെ മെയിൻ പ്രശ്നം വെച്ചാൽ ഗ്യാരേജ് ഇല്ല. ഗ്യാരേജ് നമുക്ക് എന്നാലും നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ കയറിടും. ഒറ്റ മൈൻഡ് ഗൈസ്, ഒറ്റ മൈൻഡ്. നിങ്ങളോട് സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ലൈക്കും വ്യൂസൊക്കെ കിട്ടണം. അതുകൊണ്ട് നിങ്ങളെപ്പോഴും ലൈക്കൊക്കെ അടിച്ചിരിക്കണം. നമുക്ക് കാണാല്ലാത്ത തന്നെ ഇടാം. ഇങ്ങനെ ഇടാം. ഇല്ല 4 ആൾ കാണട്ടെ. വണ്ടി ഇറങ്ങി ലോക്ക് ഇട്ടോട്ടെ ഇറങ്ങി. ഇനി വീട് കാണിച്ചാറേ. ഇതൊക്കെ ആള് വരണം, റിച്ച ആളെ വരണം. ആള് പറഞ്ഞിട്ടാണ് ഇട്ടേക്കുന്നത്. ഇതൊക്കെ മാറ്റാൻ പറഞ്ഞിട്ട് മാറ്റി. ഇതെന്തിട്ട് ആ ഹോട്ടലും നമുക്കൊരു കണ്ടിട്ട് നമ്മളെ വീട് തന്നെയാന്ന് തോന്നുന്നു. നമുക്ക് ഇത് കൂടെ പോയിട്ട് നമ്മളെ വീടെത്താം. ലിഫ്റ്റൊക്കെ ഉണ്ട്. മേളിൽ തന്നെ തുടങ്ങണതാണ് നമ്മളെ ജിമ്മ്. പിന്നെ ഇവിടെ PC ഉണ്ട്. മക്കൾക്ക് വീട്ടുകാർക്ക് അവരൊക്കെ അവിടെ എടുക്കണേ. ഞാനിവിടെ മാത്രം കഴിക്കണേ. കണ്ട നമ്മളെ വണ്ടിയാണ്. നമ്മള് കാർ പ്രേമി ആയതുകൊണ്ട് ഇവിടെ BMW, പിന്നെ ലംബോർഗിനി. പിന്നെ അടുത്തത് വരാൻ പോണത് നിങ്ങൾ പറയുന്നൊരു വണ്ടിയായിരിക്കും വരുത്തുക. പിന്നെ ഇവിടെ ഇങ്ങനെ കുറച്ച് സാധനങ്ങളും ഉണ്ട്. അപ്പൊ നമുക്ക് അടുത്ത റൂം കാണിച്ചു തരാം. നേരെ അടി പോയി നമ്മൾ അടുത്ത വീട്ടിൽ കാണിച്ചു തരാം. അടുത്ത വീടല്ല, ഈ വീടിൻ്റെ തന്നെ. ആ വീട്ടിൽ ലോക്കാണെന്ന് തോന്നുന്നുണ്ട്. ആള് തുറന്നിട്ടെന്ന് പറഞ്ഞേ. നോക്കട്ടെ. ഇതിൽ കൂടെ കയറാൻ പറ്റില്ലല്ലോ. കയറാൻ പറ്റില്ലേ? വിഷമാണെന്ന് എന്താ പൊട്ടനെ. നമുക്കൊന്ന് ബുദ്ധി നിർണ്ണയിക്കാൻ പറ്റുന്നത്. നമുക്ക് അടുത്ത് കാണുന്ന ബിൽഡിങ് പോലെ ഇത് റൂമല്ലേ. ബിൽഡിംഗ് ഒക്കെ നമ്മൾ വാങ്ങും പക്ഷെ ഇപ്പോൾ എടുക്കില്ല. എനിക്ക് വയ്യ, പൈസ ഇല്ല. പൈസ നമ്മളുടെ വീടല്ലത്. ഇത് നമ്മളെ വാടക കൊടുക്കുന്ന വീടാണ്. നമുക്കപ്പോൾ ഇതിപ്പോ നമുക്ക് അപ്പോൾ ആളെ വിളിച്ചിട്ട് കാണാം. അപ്പോൾ നമ്മൾ ആളടുത്ത് പറഞ്ഞ ആൾ എന്നിട്ടും പറഞ്ഞു അത് കൊടുത്തിരിക്കുന്നതാണ്, നിനക്ക് ഇനി തരാൻ പറ്റില്ല, നീ ആ വീട്ടിൽ താമസിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞു ആള്. പക്ഷെ നമ്മളെ വീടല്ലേ, നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറി നോക്കാം. നമുക്കൊന്ന് കയറി നോക്കിയാന്ന് ആലോചിക്കുന്നത്. നമുക്ക് കയറി പോയിട്ട് വെറുതെ നോക്കണ്ട, ആളുടെ അടി വാങ്ങണ്ട ഗൈസ്. അപ്പോൾ നമ്മളെ കാറെടുത്ത് നമ്മളെ വീട്ടിലേക്ക് വേറെ വീട്ടിലേക്ക് പോകണ്ടേ. നമ്മൾ രാത്രി തന്നെ പോവാണത്. എന്താന്നറിയോ നമ്മ ഇനിയിപ്പോൾ കാണിക്കണത് ഞങ്ങൾ പോണ റൂട്ടിൽ കൂടെയാണ്. ഇത് കണ്ടത് ഇവിടെ ചെറിയ ആക്സിഡന്റ് നടക്കും. നമ്മൾ റൂട്ട് ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റില്ല. അവിടെ കുറേ അപകടങ്ങളും അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. നമുക്ക് വീട്ടിൽ പോയിട്ട് ഈവനിങ്. അപ്പോൾ ഗൈസ് നമ്മളിവിടെ എത്തി, രാത്രിയോടൊക്കെ തന്നെ എത്തി. സോറി ഗൈസ്, നമ്മൾ റൺവേ വേറെ റൂട്ടാണ് പിടിച്ചാത്താണ്. ചെളിയൊക്കെ നമുക്ക് ഇനി നമ്മളെ പണ്ടത്തെ കടയ്ക്കൊക്കെ പോകണം. നമ്മളെ പണ്ടത്തെ കടയിൽ പോയിട്ട് ഗൈസ് എന്നിട്ട് നമുക്ക് വേണ്ടി കഴുകിയിട്ടൊക്കെ എനിക്ക് കാണിച്ചു തരാം. നമുക്ക് ആദ്യം നമ്മളെ വീട്ടിൽ കിടന്ന് നാളെ രാവിലെ വരാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളുടെ വീടെത്തുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമ്മൾ വീടിൻ്റെ അവിടേക്ക് പോകുന്നുണ്ട്. ഗൈസ് ഡാർക്കായി, കുറച്ച് ഡാർക്കായി പോയി. നമുക്കപ്പോൾ റിപ്പയർ കടയ്ക്ക് പോകാം. നമ്മൾ റിച്ചല്ലേ, നമ്മളല്ല. അപ്പോൾ ഗൈസ് നമുക്ക് എല്ലാവരും അറിയേണ്ടതാണ്, സീനില്ല.
റിപ്പയർ കൂടെ കാണില്ല. നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളപ്പോൾ ഇവിടെ വണ്ടിയുടെ റിപ്പയർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നേരെ നമുക്ക് കടയിൽ പോകണം. എന്തായാലും നമ്മളെ ഒന്നുകൂടി വീട്ടിൽ കടയിൽ പോകണം. ഇപ്പം നിങ്ങൾ മനസ്സിലായി നമ്മൾ കാർ മേടിക്കാത്ത എന്താന്ന്. ഇത്രയും പൈസ ഉണ്ടായിട്ട് നമ്മൾ കാർ മേടിക്കില്ല. എന്തായാലും നമ്മൾ കാർ നമ്മൾ 2 വർഷത്തിന് ശേഷം നമ്മൾ എന്തോ ഈ പട കുറച്ച് കാർ കൂട്ടും. അത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. വഴി മറന്നു പോയല്ലോ ഗൈസ്. ഈ വഴിയുന്നത് ഇവിടുത്തെ ആൾക്കാരെ ഭയങ്കര റിച്ചുള്ള ആൾക്കാരാണ്. ഇവിടെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ട്. ആ ഒരു ലൈറ്റ് ഇട്ടിട്ട് വീടാന്ന് പറഞ്ഞത്. ഇവിടെ ഏതല്ലേ ഇവിടെ ഒക്കെ വീടിന് ലൈറ്റ് ഇട്ടിട്ടുണ്ടല്ലോ. ആൾ പറഞ്ഞു ഒരു വളവിൻ്റെ അവിടെയാണ്. മനസ്സിലായി കിട്ടി 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 കിട്ടി. നമുക്കപ്പോൾ റിവേഴ്സ് എടുത്ത് കയറ്റാം. ഇത്രയും കഴുകിയിട്ട് ഗൈസ് നമ്മളെ അവിടെ നിന്ന് എങ്ങനെ കൊണ്ടുവന്നതല്ലേ. ഇവിടുന്ന് കഴുകി ഇനി അവിടേക്ക് പോകണ്ടെന്നൂടി കഴുകാൻ. ഇവിടെ ഗ്യാരേജ് ഉണ്ടെന്ന് നമുക്കറിയില്ല. മസ്താങ് വന്നിട്ട് ഓണടിക്കുന്നു. നമുക്കപ്പോൾ കേട്ടിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ. നമുക്ക് കുറച്ച് ടാസ്ക് ഉണ്ട്. നമുക്കൊന്ന് വണ്ടി വളച്ചത് ഗ്യാരേജ് നോക്കട്ടെ. നമ്മളെ കടയിനുള്ളിലൊക്കെ റിപ്പയർ വെച്ചിട്ടുണ്ടാവും. അത് നമ്മൾ മറന്നുപോയി ഗൈസ്. പൊട്ടനായിരുന്നു. പൊട്ട് പാടാനറിയാതെ നമ്മൾ വണ്ടി നിർത്തിയിട്ടുണ്ട്. ചിലപ്പോൾ നാളെ രാവിലെ കാണുക. ലൈറ്റൊക്കെ ഓഫാക്കില്ല നമ്മൾ വീടിൻ്റെ അടുത്ത് ലൈറ്റ് ഓഫാക്കില്ലേ. നമ്മൾ വീടിൻ്റെ അടുത്തായത് കൊണ്ട് നമ്മൾ പെട്ടെന്നായിരുന്നു. ഇതെന്താ ഭാഗ്യം നമ്മളിപ്പോൾ കൊണ്ടുപോയി ഇത് നമ്മുടെ വീട്ടിൽ ഇതുണ്ട് കേട്ടോ. നല്ല വീടാണ്. ഈ വീട് നമുക്ക് ഇഷ്ടമായിട്ടോ. നമുക്ക് ഈ വീട് തന്നെ എടുത്താലും ആലോചിക്കുന്നുണ്ട്. നമുക്ക് നിങ്ങൾ പറയണ പോലെ നമ്മൾ ഈ വീട് എടുക്കും. ഈ വീടിൻ്റെ ഇതാണെങ്കിൽ മെയിൻ ശബ്ദമാണ് നമുക്ക് വീടിന് ആള് പറയണത്. നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് വരണമുണ്ട്. നമുക്ക് ഏറ്റവും മുകളിൽ പൊട്ടുന്ന വരാം. നമ്മളിപ്പോൾ ഇത് പുതിയ ഗാരേജ് നമുക്കൊന്നും അറിയില്ല. പുതിയതല്ലേ കേട്ടോ. നമ്മളൊന്ന് എന്തിട്ട് അടിച്ചട്ടൊക്കെ തൂക്കിയിട്ടുണ്ട്. മണ്ടേ മടിയിൽ വന്നിട്ട് 3 വീടാൻ തോന്നും. 3 വീടാണ് ഗൈസ്. ഇത് നമ്മുടെ ജിമ്മെല്ലാം ഉള്ളുണ്ട്. നമ്മുടെ റൂം ഇതാ കണ്ണ്. ഇത് തുറക്കാൻ പറ്റില്ല. നമുക്കെന്നാ റൂമിൽ കയറിയിരിക്കാം. റൂമിൽ പോയിക്കുക. ഇതിപ്പോൾ ഏത് റൂമിൽ നമുക്ക് അടിയത്തെ റൂമിൽ കിടക്കാം. ആള് വരട്ടെ. ചെറിയ ചുമയും പനിയൊക്കെ ഉണ്ട് കേട്ടോ. മഞ്ഞത്ത് വന്നിട്ട് ഇവിടെ റൂമൊന്നും തപ്പുന്നു. എനിക്ക് എന്തായാലും ഇന്ന് നമുക്ക് സോഫ കിടന്നിറങ്ങാൻ കഴിച്ചു. നമുക്ക് സോഫയിൽ കിടന്നിറങ്ങിയിട്ട് നാളെ എണീറ്റ്. ഹലോ ഗൈസ്, നമ്മൾ വീണ്ടും ഗ്യാരേജിലേക്ക് എത്തിയിട്ട് നമ്മളെ ഗ്യാരേജ് കുറേ വണ്ടിയുണ്ട്. പക്ഷെ നമ്മൾ നട്ടന്നിട്ട് പാവപ്പെട്ടവരെ പോലെ. നിങ്ങളൊരു വണ്ടി തന്നെ ഉണ്ടാവും. നമുക്കൊരു BMW എടുക്കാനാണ്. ആ ചോപ്പ BMW നോക്കിയാണ് ചെയ്ത്. BMW ഇല്ലല്ലേ, നമുക്ക് വേറൊരു BM ഉണ്ട്. ഈ BM ഒന്ന് നോക്കിയാലോ ഗൈസ്. ഗൈസ് ഇത് ഏതൊരു വീഡിയോയിലും കണ്ടില്ല ഒരു BM. ഇത് വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത വണ്ടി വാങ്ങാം. അടുത്തത് BM തന്നെ മേടിക്കാം. നമുക്കൊന്ന് നമുക്ക് പവറുള്ള വണ്ടി ഏറ്റവും അടി ഉണ്ടാവും. നമുക്ക് അത് കൊടുത്താം. നമുക്ക് എന്തായാലും നോക്കട്ടെ. എല്ലാ BM നോക്കിയിട്ട് അടിയിട്ട് പോയാൽ മതി ഗൈസ്. അടിക്ക് ഇങ്ങനെ പോയി. ഫെറാരിയൊക്കെ ഉണ്ടോ? ഫെറാരിക്ക് നമുക്ക് താങ്ങാൻ പറ്റാത്ത അത്രയും ഗൈസ്. നമുക്ക് കുറച്ച് ദിവസം ഗസ്റ്റ് ഡ്രൈവർക്കായാലും
ബസ് നോക്കിയാണ് ഏതൊക്കെ ബസ്സിനെ പോട്ടെ. നമുക്ക് ഈ വണ്ടി മേടിച്ചു. ഏതായിരുന്നു വണ്ടി? ഈ വണ്ടിയിലെ ഇതന്നെ. അപ്പോൾ നമുക്ക് അഞ്ചാൽ അവിടേക്ക് പോവാം. അപ്പോൾ നമ്മൾ പുതിയ ബീം മേടിച്ചില്ലേ, അത് നമുക്കൊന്ന് ഇവിടെ നോക്കി നോക്കാം. റോഡിലെ ഫ്രണ്ടിൽ തന്നെ അവർ കൊണ്ടിട്ടത്. അവർ കൊണ്ടിട്ട് വാതിലടയ്ക്കാൻ വാതിലടയ്ക്കാൻ നമുക്കെന്തായാലും വി എമ്മിനെ വീട്ടിൽ കയറ്റിയിട്ട് ഉറങ്ങണം. നമ്മൾ അവിടുന്ന് വി എം ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ അവിടുന്ന് മറ്റേ നമ്മളേത് ബൂമറില്ലേ, അത് അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇതേതൊരു ഇൻസ്റ്റഗ്രാമിലത്തെ ഒരു ഇക്കാൻ്റെ പോലത്തെ നമ്മളാക്കി എടുത്താട്ടോ, ആക്കി പറഞ്ഞു. അപ്പോൾ നമുക്ക് ഭംഗി എല്ലാവരും നോക്കണ്ട നാളെ. അപ്പോൾ അവർ വീണ്ടും പോടാ ഒരു പറയുന്ന പ്രാന്താണ്. നമ്മൾ വണ്ടി ഒരു ഉപകാരമുണ്ട് വീട്ടിൽ. അവിടെ നമുക്കൊന്ന് ഈ വീഡിയോ അവസാനിക്കല്ലേ അറിയണേ. നമുക്ക് കിട്ടുന്ന തുടങ്ങിയിട്ട് നാളെ രാവിലെ ഒരു റൈഡ് പോയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ ബൈ. ബൈ. ഉറങ്ങി എണീച്ച് ഡോറടയ്ക്കാൻ മറന്നു. നമുക്ക് എന്തായാലും ഡോറ വയ്ക്കണേ. അടയ്ക്ക് ഡോറേ, ഡോറേ. എന്താ ഡോറ്? ഫ്രണ്ടിൽ ഡോർ അതൊക്കെ നമുക്ക് പതുക്കെ പോകുമ്പോൾ നോക്കാം. ക്യാമറ ഇതിൻ്റെ എക്സോസ്റ്റ് ഒന്ന് കേട്ടോക്കല്ലോ. നമുക്ക് എക്സോസ്റ്റൊക്കെ നിങ്ങൾ കേട്ടില്ലേ? നമുക്ക് വെറുതെ ഒന്ന് പോയിട്ട് വരാം. ഇവിടെ ഒരാൾ വട്ടം ഞാരെങ്കിലും കളിക്കുന്നു. നമുക്കനുസരിച്ച് നേരെ ഒരു റൈഡൊക്കെ പോയിട്ടൊക്കെ തട്ടി ഇറങ്ങി എന്താ നന്ദി മേടിച്ചു. വണ്ടിക്കെല്ലാം പറ്റുമോട്ടെ ഇന്ന് മേടിച്ചുള്ളൂ. ഭാഗ്യത്തിൽ ഇയാളെന്താ ഇവിടെ വട്ടം കാര്യങ്ങളൊക്കെ നമ്മളെ വീടിൽ നിന്ന് ഓട്ടോ ഉണ്ടെന്നാണ്. നേരെ പോയിട്ടാണ് സിഗ്നലൊക്കെ ഇട്ടിട്ട് കൂടെ. സിഗ്നൽ നമുക്ക് പ്രശ്നമില്ല, പോലീസൊന്നും പിടിക്കില്ലല്ലോ. നമുക്കെന്തായാലും നമുക്കൊരു വീടിൻ്റെ ഫ്രണ്ടിൽ പോവാം. ഇവിടെ പകുതി മുക്കാലും വണ്ടി. നമുക്കൊരു കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്താലോ? വണ്ടി വെച്ചിട്ട് മഞ്ഞുമലേൻ്റെ ആ സൈഡിലൊക്കെ ഈ വഴി പോയിട്ട് വരാം. നമുക്ക് ഇവിടുന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് പിക്ക് എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊക്കെ പറയണം കേട്ടോ. മഞ്ഞുമല തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? നിങ്ങളിങ്ങനെ പിക്ക് എടുക്കാറുള്ളത് നിങ്ങൾക്ക് കാറുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നമ്മൾ ഗിയർ വലിച്ചിട്ടുണ്ട്. നമ്മളെ ഡ്രോണിലാട്ടോ ഈ ഫോട്ടോ എടുക്കാറ്. നമ്മൾ ഇത് മതിയോ? ഇവിടുന്ന് ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ ഗിയർ വലിച്ചിട്ട് ഇട്ടിട്ട് കുറച്ച് ടാസ്ക് കൊണ്ട് കുടുങ്ങി നമ്മളെ കൂട്ടുകാരൻ്റെ വണ്ടി വിളിക്കാൻ പറ്റത് നേരെ പോകാം. ഇത്ര സ്പീഡിൽ പോലെ ചാവും. മേളിക്കന്നെ പോവാം. ശരിക്കും എന്താ റെഡ് ലൈറ്റ് എത്തണേന്ന്? റെഡ് ലൈറ്റ് അല്ല, ഞാൻ അത് ഫിറ്റ് ചെയ്യാൻ മാത്രമാണ് റെഡ് ലൈറ്റ്. മഞ്ഞൊന്നും പഠിക്കില്ല. പിന്നെ ഏറ്റവും മുകളിൽ ടോപ്പുണ്ട്. അവിടേക്ക് എത്തിയിട്ട് നമ്മളെ വീഡിയോ അവസാനിപ്പിക്കും. നിങ്ങളൊരു കാര്യം മറക്കരുത് കേട്ടോ. എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇവിടെ എന്താ പെട്ടികളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ റിച്ച് ആൾക്കാരൊക്കെയാണ് വരാറ്. റിച്ച് കണ്ടിട്ട് ബസ്സിന് മേടെ എന്തൊക്കെ പരിപാടികൾ നടക്കുന്നത്. നമുക്ക് അടിയിൽ പോയിട്ട് നമ്മളെ ഇത് വീഡിയോ നിർത്താം.
അടിക്കോട്ടെ പെട്ടെന്ന് പടയ്ക്കുന്നു. ഇവിടെ ആരില്ലല്ലേ പിന്നെ നിന്നെ വെറുതെ പിന്നെ പതുക്കെ നമുക്ക് ഇതിട്ടിരിക്കാം. സൂക്ഷിച്ചിട്ട് വിളിക്കുന്നുണ്ട്. നമുക്ക് വെറുതെ ഇറങ്ങിപ്പോ ഇടിക്കുന്നുണ്ട്. നമ്മൾ അടിയിലെത്തി വീഡിയോ പഠിച്ച് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് റിവേഴ്സ് എടുക്കാം. റോഡൊക്കെ അവസാനിക്കാം. വീഡിയോ പഠിച്ച് അവസാനിക്കാൻ കേട്ടിട്ട് ബൈ ബൈ.